ഈ പുണ്യത്തരയിൽ ഒരിക്കൽക്കൂടി കയറാൻ ഭാഗ്യം അനുഗ്രഹിച്ച അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം. എൻ്റെ പേര് ലിജീന മോൾ. ഞാൻ വരുന്നത് മുണ്ടക്കയം. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 16/7/2023 ഇത് എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യമാണ്. ഞാൻ ഇവിടെ ഈ സാക്ഷ്യം പറഞ്ഞത് എൻ്റെ ഈ മകന് വേണ്ടിയാണ്. എൻ്റെ ഈ മകന് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ഒരു ഫുഡ് കഴിച്ചതാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒഴിച്ചിലുണ്ടായി. വയറ്റിൽ നിന്ന് അതിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു ദിവസം അവിടെ അഡ്മിറ്റ് ചെയ്തു. അതിൻ്റെ അടുത്ത ദിവസമായപ്പോഴത്തേക്ക് ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങൾ വന്നു. പക്ഷേ കുഞ്ഞിന് വയറുവേദനയായി. പിന്നീട് അങ്ങോട്ട് വയറുവേദന എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കണ്ട, ഒന്നും ചെയ്യേണ്ട, ഏത് നേരം കടത്തിയാൽ മാത്രം മതി. തൊടിയിട്ടത്തില്ല, ഒന്നും ചെയ്തില്ല. ഞങ്ങൾ രാത്രി അങ്ങനെ വീണ്ടും ഹോസ്പിറ്റലിൽ പെട്ടെന്ന് കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ബ്ലഡെല്ലാം ടെസ്റ്റ് ചെയ്തു. എക്സ്റേ എടുത്ത് കഴിഞ്ഞിട്ട് പറഞ്ഞു കുഞ്ഞിൻ്റെ വയറ് മുഴുവനും ഫ്ലൂയിഡാണ്, എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണം, ഇവിടെ പറ്റില്ല, ഇവിടുന്ന് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോട്ടാളാൻ പറഞ്ഞു. ഞങ്ങൾ അവിടുന്ന് ഇവനെ സ്ഥിരം കാണിക്കുന്നൊരു പീഡിയാട്രീഷ്യനുണ്ട്. ആ ഡോക്ടറെ അടുത്ത് കൊണ്ടുചെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു ഇത് പ്രശ്നം സീരിയസ് ആണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ എക്സ്റേ എടുത്ത് അവിടുത്തെ മെയിൻ സർജൻ അയച്ചു കൊടുത്തു. അപ്പോൾ ഉടനെ മെയിൻ സർജൻ അയച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇവിടെ നമുക്ക് എടുക്കണ്ട, അത് കുഞ്ഞല്ലേ, അപ്പോൾ ഇവിടുന്ന് നമുക്ക് റെഫർ ചെയ്ത് വിട്ടേച്ചാൽ മതി, അവർ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോട്ടെ എന്ന് പറഞ്ഞു. ഇപ്പോൾ കുഞ്ഞ് ആകെപ്പാടെ ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ളൊരു അവസ്ഥയിലാണ്. ആ സമയത്ത് വലിയ ഒന്നുമില്ല, ഇങ്ങനെ ചുമ്മാ മയനിയാണ്, കടക്കുവാണ്, ഒരാക്റ്റീവല്ല. വണ്ടിയെ പോകുമ്പോഴേറ്റാലും ഞങ്ങൾ പ്രാർത്ഥിക്കാൻ മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. മാതാവേ, ഈ ഒരിടത്ത് ചെന്ന് കഴിഞ്ഞാലും നീ കൂടെയുണ്ട്, നീ മാത്രമാണ് ഞങ്ങളുടെ കൂടെയുള്ളത്. ഞാൻ എൻ്റെ ഹസ്ബൻഡും കൊച്ചിനും കൂടി മാത്രമാണ് പോകുന്നത്. ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് അറിയത്തില്ല. ഞങ്ങൾ ഈ വണ്ടി എടുത്ത് അങ്ങ് പോവുക. കുറേ എത്തിയപ്പോൾ നമ്മൾ പറഞ്ഞു എന്നാൽ ESI എന്ന് അവിടുത്തെ ഡോക്ടർ പറഞ്ഞിരുന്നു, എന്നാൽ ESIയിലോട്ട് കയറ്റിയാട്ടെ എന്ന് പറഞ്ഞ് ESI കൊണ്ടുചെന്ന് അവർ ഡോക്ടർമാർ നോക്കുന്നത് അടുത്ത എക്സ്റേ എടുക്കാൻ വേണ്ടി പറഞ്ഞു. കഴിഞ്ഞപ്പോൾ ഞാൻ കുഞ്ഞിൻ്റെ വയറ്റത്ത് ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചു. ഈശോയെ, നീയാണ് കത്തി വെട്ടാൻ അനുവദിക്കരുത്, നീ അവന് സൗഖ്യം നൽകണമെന്ന്. ആ എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പോഴും അതിനകത്തും ഇതുപോലെ തന്നെ നമുക്ക് ആ എക്സ്റേ ഞാൻ കൊണ്ടുവന്നില്ല. അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും ഒരു മേഘക്കെട്ട് പോലെ കടക്കുവാണ് വയറിനകം മുഴുവനും. അവിടുന്ന് ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ തന്നെ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ തന്നെ വയറ്റിലൊന്നും കഴിക്കുന്നില്ല, കുഞ്ഞ് തളർന്ന് കിടക്കാന്ന് പറഞ്ഞാൽ ഈ ഒരു അവസ്ഥയൊന്നുമില്ല, നമുക്ക് കാണാനുമായിട്ട് പറ്റുന്നില്ലാത്തൊരവസ്ഥ, വെള്ളം പോലും കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ സ്കാൻ ചെയ്തു. ആദ്യത്തെ സ്കാനിന് കുഞ്ഞിൻ്റെ സ്കാൻ ചെയ്തിട്ട് ഒത്തിരി പേരുണ്ടായിരുന്നു സ്കാൻ ചെയ്യാനായിട്ട്. പക്ഷേ ഏറ്റവും അവസാനത്തെ റിസൾട്ടായിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അതിനകത്തുനിന്നും പറയുന്നത് വേറൊന്നും പറയുന്നില്ല. അവർ സർജറി എന്ന് ഒരൊറ്റ വാക്ക് മാത്രമാണ് നമ്മൾ കേട്ടാനുള്ളത്. ആ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു അതായത് സാക്ഷ്യപ്പെടുത്തിയേട്ടാ എൻ്റെ കുഞ്ഞിനെ കത്തി വെട്ടരുത് എന്നുള്ള ഒറ്റ പ്രാർത്ഥനയിലാണ്. ഉടമ്പടി തൈലം തേച്ച് മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. പിറ്റേ ദിവസമായിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്കറിയത്തില്ല എവിടുന്നെല്ലാമാണ് ഡോക്ടർമാർ നോക്കുന്നതെന്ന്, എത്ര സർജന്മാർ നോക്കിയെന്നും അറിയത്തില്ല. ഒരിടത്തോട്ട് ചെല്ലുമ്പോൾ അവിടോട്ട് തന്നെ നമ്മളോട് ചോദിച്ച് 3-4 സർജന്മാർ ഒരുമിച്ചാണ് കുഞ്ഞിനെ വന്ന് നോക്കുന്നത്. ഈ ഒരു അവസ്ഥ കാണുമ്പോൾ നമുക്ക് ആ പാട് എന്താണെന്ന് അറിയുന്നില്ലാത്തൊരവസ്ഥ, ഒരു രോഗം എന്താണെന്ന് അറിയുന്നില്ല, വെറും ഒരു വയറുവേദന, ഒരു വയറിളക്കത്തെ തുടങ്ങിയ കാര്യമാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ദിവസം ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല, ഇവർ ട്രിപ്പ് ഇടുന്ന മാത്രമേ ഉള്ളൂ, വേറൊരു മെഡിസിനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഏത് നേരവും ഞാൻ ഇത് മാത്രം ചെയ്തുകൊണ്ടിരുന്നു, തൈലം തൂത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 4-ാം പൊട്ടമായപ്പോഴത്തേക്ക് ഡോക്ടർമാർ മെയിൻ സർജൻ വന്ന് കണ്ടിട്ട് പറഞ്ഞു കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ല, അത് ആ ഫുഡിൻ്റെ പ്രശ്നമായിരിക്കാം, നിങ്ങൾ വീട്ടിൽ പോക്കോ, അവന് ഒരു സർജറിയും ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു. ഇന്നും ഞങ്ങൾ പരിപൂർണമായി വിശ്വസിക്കുന്നു അമ്മ വന്ന് മാതാവ് വന്ന് തൊട്ട് സുഖപ്പെടുത്തിയതാണെന്നുള്ള വിശ്വാസം മാത്രമാണുള്ളത്. എൻ്റെ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനായിട്ട് ഇപ്പോൾ ഒരു കുഴപ്പമില്ല. അതിൽ പിന്നെ അസ്വസ്ഥതയോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ കുഞ്ഞ് സംസാരിക്കാനായിട്ട് ആദ്യം ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 4-5 ദിവസം നമ്മൾ NICUവിൽ വെച്ചിരുന്നു. NICUവിൽ വെച്ച സമയത്ത് ഡോക്ടർമാർ പറഞ്ഞിരുന്നു കുഞ്ഞിൻ്റെ നാവിനൊരു കെട്ടുണ്ട് എന്ന്. അപ്പം അതാണ് സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അത് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു.
പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ആ ഒരു സമയം തൊട്ട് കുഞ്ഞിന് 1 വയസ്സായപ്പോൾ തൊട്ട് ഞാൻ എന്ത് ചെയ്യും, എന്നും വൈകിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ നമ്മുടെ തൈലം എടുത്ത് എന്നും നാവിൽ തൊട്ട് പ്രാർത്ഥിക്കും. മാതാവേ, എൻ്റെ കുഞ്ഞിൻ്റെ നാവിനെ നീ ശക്തിപ്പെടുത്തണമേ, നീ വന്ന് സംസാരിക്കണമേ, നാവിനെ ശക്തിപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. അതോടുകൂടി സാധാരണ പിള്ളേർ സംസാരിക്കുന്ന പോലെ തന്നെ എൻ്റെ കുഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി. ഒരു നാട്ടിനെ ടെട്ടോ ഒന്നും റിമൂവ് ചെയ്യേണ്ടി വന്നില്ല. ഇതെല്ലാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം കൊണ്ട് തിരുക്കുമാരൻ തന്ന നന്ദികൾ, രൗഢസൗഖ്യങ്ങൾ മാത്രമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം. പിന്നെ ഞാനൊരു അധ്യാപികയായിട്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാ വർഷവും ഇവിടെ ഇപ്പോൾ 3 വർഷമായി, കുഞ്ഞിന് 3 വയസ്സ് തൊട്ട് ഞാൻ ജപമാല റാലിക്ക് ഞങ്ങൾ കുടുംബമായിട്ട് പങ്കെടുക്കും. ഇപ്പോൾ എൻ്റെ കൂട്ടുകാരാണെങ്കിലും കൂട്ടത്തിലുള്ളവർ ഓരോ വർഷവും ഓരോ കുടുംബങ്ങളെ ഞാൻ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കും. ജപമാല റാലി വരുമ്പോഴത്തേക്ക് ഓരോ വർഷം ഓരോ കുടുംബങ്ങളെ കൂടി കൂടുതലായിട്ട് കൊണ്ടുവന്ന് ജപമാല റാലിയിൽ ഞങ്ങൾ കൂട്ടമായി ചേർന്ന് പങ്കെടുക്കുന്നു. അതുപോലെ തന്നെ പത്രവിതരണം എൻ്റെ വിദ്യാലയത്തിലും അതുപോലെ തന്നെ അവിടെയുള്ള അടുത്തുള്ള കടകളിലും ഷോപ്പുകളൊക്കെ ആദ്യമൊക്കെ നാണക്കേടുകളൊക്കെ നമുക്ക് തോന്നി ബസ് സ്റ്റാൻഡിൽ കൊണ്ട് കൊടുക്കുന്നതായിരുന്നു. അപ്പോൾ പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ എന്തിനും നാണമിടണം, നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനും നാണമിടണം എന്നോർത്തുകൊണ്ട്. അതുപോലെ തന്നെ പരോപകാര പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർഹത ആവശ്യമായവർ നമ്മളെ തക്ക സമയത്ത് നമ്മുടെ മുമ്പിൽ തന്നെ അവരെ മാതാവ് കൊണ്ട് എത്തിച്ചു തരും. അവർക്ക് ആവശ്യമുള്ള പരോപകാരങ്ങൾ ചെയ്യുവാനായിട്ട് നമ്മുടെ ശാരീരികമായി ചെയ്യേണ്ടത് ശാരീരികമായി, സാമ്പത്തികമായി ചെയ്യേണ്ടത് സാമ്പത്തികമായും ചെയ്തു വരാനായിട്ട് സാധിക്കുന്നു. ഈ ഒരു ഉടമ്പടി ജീവിതത്തിലൂടെ മാത്രമാണ് ഞങ്ങളുടെ ജീവിതം ഇന്നും മുന്നോട്ട് കൊണ്ടുപോകൊണ്ടിരിക്കുന്നത്. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാടിനും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ സാക്ഷ്യം നിർത്തുന്നു. സങ്കീർത്തനങ്ങൾ 59:16. ഞാൻ അങ്ങയുടെ ശക്തി പാടിപ്പുകഴ്ത്തും, പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ കാരുണ്യം ഉച്ചത്തിൽ പ്രകീർത്തിക്കും. എൻ്റെ കഷ്ടതയുടെ കാലത്ത് അവിടുന്ന് എൻ്റെ കോട്ടയും അഭയവുമായിരുന്നു. ലിജിന പോൾ എന്ന ഈ സഹോദരി തൻ്റെ കുഞ്ഞിന് വന്ന 2 പ്രത്യേക രോഗക്ലേശത്തിൻ്റെ സമയത്ത് പരിശുദ്ധമ്മയുടെ തിരുനടയിൽ ആഗ്രഹത്തോടെ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുകയും കുഞ്ഞിന് ലഭിച്ച രോഗസൗഖ്യത്തെയാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തത്. ആദ്യത്തെ കുഞ്ഞിന് കുടലിനകത്തും വയറിലും ഉണ്ടായിരുന്ന വലിയൊരു രോഗക്ലേശം ഓരോ ആശുപത്രികൾ മാറിപ്പോകുമ്പോഴും സർജറിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന സമയത്താണ് അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം വിശ്വാസത്തോടെ ഉദരത്തിൽ കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കത്തിവെക്കാതെ പൂർണ്ണമായ സൗഖ്യത്തിലേക്ക് കുഞ്ഞിനെ നയിക്കുവാൻ വേണ്ടി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുകയും അത് അത്ഭുതകരമായി ഗുരുതരമെന്ന് അത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന വിഷയങ്ങൾ വേഗത്തിൽ സാധാരണ നിലയിലേക്ക് കുഞ്ഞിൻ്റെ ആരോഗ്യം മാറുകയും സൗഖ്യം നേടുകയും ചെയ്തത്. മറ്റൊന്ന്, ജന്മനാ കുഞ്ഞിൻ്റെ നാവിന് കെട്ടുണ്ടാവുകയും 1.5 വയസ്സാകുമ്പോൾ അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർമാർ വീട്ടുകാരെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആ കുഞ്ഞിനെ പൂർണ്ണമായും അമ്മ മാതാവിന് ഉടമപ്പെടുത്തിക്കൊണ്ട് ഉടമ്പടി തൈലം പൂശി നാവിൽ കുരിശടയാളം വരച്ച് നിരന്തരം പ്രാർത്ഥിക്കുകയും കുഞ്ഞ് സംസാരിച്ചു തുടങ്ങേണ്ട പ്രായത്തിൽ യാതൊരു മരുന്നോ യാതൊരു സർജറിയോ ഒന്നും കൂടാതെ സാധാരണ പോലെ കുഞ്ഞ് സംസാരിച്ചതിൻ്റെ സന്തോഷമാണ് ഈ അമ്മ ഈ അൾത്താരയിൽ ഏറ്റുപറയുന്നത്. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം ഈശോയുടെ സൗഖ്യപ്പെടുത്തുന്ന അടയാളങ്ങളായി നമ്മുടെ ജീവിത വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഏത് ഗൗരവമുള്ള പ്രശ്നത്തിനുമേലും അമ്മ മാതാവ് സമയ ചുരുക്കത്തിൽ നമ്മുടെ കണ്ണീരൊപ്പിക്കൊണ്ട് ജീവിതത്തെ സന്തോഷത്തിലേക്ക് നയിച്ചുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന വിധത്തിൽ എല്ലാ കാര്യവും നമുക്ക് സമാധാനത്തിനും ഐശ്വര്യത്തിനും കാരണമാക്കി മാറ്റിത്തരുന്നു. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ കുഞ്ഞിനെ പ്രതി ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുക. നമുക്ക് എത്രത്തോളം ഉടമ്പടിയിൽ ശരണപ്പെട്ട് വിശ്വസിക്കുവാനും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നല്ല മനസ്സോടെ ചെയ്യുവാനും സാധിക്കുന്നുവോ, മറ്റുള്ളവരെ സഹായിക്കുവാൻ ദൈവസ്നേഹത്തോടുകൂടി സാധിക്കുന്നുവോ, അത് നമ്മുടെ ഉടമ്പടി ജീവിതത്തിൻ്റെ നിയോഗങ്ങൾ വേഗത്തിൽ അനുഭവമാകുന്നതിന് ഉപകാരപ്പെടുന്നതായി മാറുന്നു. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഏറ്റുപറയുക. സഹോദരങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ ജീവിത വിഷയങ്ങളെ അനുഗ്രഹിക്കുന്നു. ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പ്രേക്ഷിത പ്രവർത്തനത്തിന് വ്യാപരിക്കുമ്പോൾ അത് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കാരണമായി തീരുന്നു. ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.